ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഈ കോലം കെട്ടി ഇങ്ങനെ നിൽക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മുടെ ഷോർട്സ് കണ്ടവർക്ക് എല്ലാവർക്കും കാര്യം അറിയായിരിക്കും. ഇതിൻ്റെ ലോങ് വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ വീടിനടുത്തൊരു സൊസൈറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേട്ടോ. അവധി കൊച്ചിച്ചനാണ്, സതീശൻ കൊച്ചിച്ചനും ഒക്കെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പനും കൂടെ ഉണ്ട്. അവിടെ നോക്കിയപ്പോൾ പിള്ളേർ ആരും ഇല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ മാത്രമേ ഇവനുള്ളൂ, ബാക്കി എല്ലാവരും ഒറ്റയ്ക്കാണ് വന്നേക്കണം. അപ്പോൾ രാവിലെ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഇത്രയൊക്കെ തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്ന് വോട്ടൊക്കെ ചെയ്തു വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ ചെറിയൊരു നാണം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുഞ്ഞപ്പൻ്റെ കൈ നോക്കിയപ്പോൾ നോക്കിക്കാൻ മഷിയൊക്കെ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഒട്ടും തിരക്കില്ലായിരുന്നു. ഞങ്ങൾ നിന്ന് അവിടെ ക്യൂ പോലും ഇല്ലത്. ഇവിടെയൊക്കെ നിറച്ച് ക്യൂ ഉണ്ട്. അങ്ങനെ അറ്റത്ത് ഞങ്ങൾ ചെയ്യുന്ന ആ ബൂത്തിൻ്റെ അവിടെ ഒട്ടും ക്യൂ ഇല്ലായിരുന്നു. ഞങ്ങൾ ദേ വന്നു ദാ പോയിന്ന പോലെ ആയി കേട്ടോ. വേഗം വന്നു ചെയ്യാൻ പറ്റി. കുഞ്ഞപ്പനാണെങ്കിൽ സ്കൂളിലേക്ക് കയറിയപ്പോൾ തന്നെ ഈ പാർക്ക് നോട്ടമിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്കൂളിൽ ഒരു പാർക്കുണ്ട്. നമ്മുടെ അടുത്തുള്ള ചങ്ങര സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ ദേ തീട്ടി കളിക്കാൻ പോവാണ്. തീട്ടി കളിക്കുന്നതിൻ്റെ ഇടയിലാണ് ദേ ഈ ഒരു വെള്ളം കണ്ടത് കേട്ടോ. അപ്പം തന്നെ അച്ഛൻ അവിടെ അവനെ പിടിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറക്കി. വേറെ ഒരു തീട്ടണ സംഭവം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇല്ല, ആ പച്ച കളറിൽ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഷോർട്സിൽ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കുഞ്ഞപ്പന് ഉടുപ്പെടുക്കാൻ വേണ്ടി അവരുടെ ബർത്ത്ഡേ വരാൻ പോകല്ലേ. ജനുവരി 26-ാം തീയതിയാണ് കേട്ടോ കുഞ്ഞപ്പൻ്റെ ബർത്ത്ഡേ. റിപ്പബ്ലിക് ഡേയുടെ അന്നാണ്. അപ്പോൾ അത് കുറേ പേര് കമൻസിൽ ചോദിച്ചു, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ സ്കൂളിൽ ദേ ഇങ്ങനെ ഭിത്തിയിൽ നല്ല പടം വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആന, ജിറാഫ്, ഒരു സിംഹം മറ്റേ അരുവിന്ന് വെള്ളം കുടിക്കുന്നതായിട്ട്. കുഞ്ഞപ്പനാണെങ്കിൽ അതൊക്കെ കണ്ട് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളെടാ ഇവിടെ ഇരിക്കടാ കുഞ്ഞപ്പ, നമുക്ക് ഫോട്ടോ എടുക്കടാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഇത് ഇതുപോലെയുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പാലം പോലത്തെ ഒരു ഇത് ഉണ്ട്, അതിൻ്റെ അടിയിൽ നിറച്ച് വെള്ളം. അപ്പോൾ അത് നല്ല രസമായിരിക്കും അല്ലേ, പിള്ളേർ ഈ പാലത്തിൽ കൂടി അങ്ങോട്ട് കയറാനും ഇങ്ങോട്ട് ഇറങ്ങാനും. എന്തൊരു ഭംഗിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കണേ നോക്കിക്കേ. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ്. വേറെ കുറേ അടിപൊളി വർക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ടാണ് ഇതൊക്കെ കണ്ട തിരക്കായിരുന്നു. അങ്ങനെ കുഞ്ഞപ്പൻ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 2 ഫ്രണ്ട്സിനെ കണ്ടത്. അപ്പോൾ അവരും കൂടി വന്നിട്ട് പിന്നെ ഇവർ 3 പേരും കൂടി കുറച്ച് നേരം അവിടെ കളിച്ചു. അവിടെ ഭയങ്കര പൊക്കമാണ്. ആദ്യം കുഞ്ഞപ്പൻ തീറ്റിയപ്പം വീണ് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു താഴത്തേക്ക് വീഴാൻ വേണ്ടി. അപ്പോൾ അത് ഈ സാധനത്തിലൊക്കെ കയറി കളിക്കണം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കളിപ്പിച്ച് കൊടുക്കുകയാണ് 3 പേരെയും കൂടി. കളിപ്പിച്ച് അവസാനം കുഞ്ഞപ്പൻ്റെ ഇരിപ്പ് നോക്കിക്കേ, അനങ്ങാണ്ട് ഒരുമാതിരി പ്രത്യേക ഒരു ഇതിലിരിക്കുകയാണ് കേട്ടോ. പേടിയല്ല, ആ കറക്കത്തിൽ മുഴുകിയിരിക്കുകയാണ്. അതേ കറങ്ങി തല ഇറങ്ങിയിരിക്കുകയാണ് ആള്. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ. ഉടുപ്പെടുക്കാൻ പോവുകയാണ് കുഞ്ഞപ്പൻ്റെ ഉടുപ്പും ഷൂ ഒക്കെ കാണിക്കുമോയെന്ന് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ അതൊക്കെ ഉണ്ട്. ദൂരോട്ടൊന്നും പോയില്ല. നമ്മുടെ തൊട്ടടുത്ത് എരമല്ലൂർ തന്നെയാണ് നമ്മൾ പോയി ഡ്രസ്സൊക്കെ എടുത്തത്. കാരണം വെറുതെ ദൂരെ പോയാലും ഇപ്പോൾ പിള്ളേരുടെ കളക്ഷനൊക്കെ ഭയങ്കര കുറവാണ്. കുറേ എടുത്ത് പോയിട്ടൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അടുത്ത് തന്നെ പോയി എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. നമ്മൾ തുണിക്കടയിൽ കയറിയപ്പോൾ തന്നെ ആരോ ഒരു സബ്സ്ക്രൈബർ മോനാണ് വീഡിയോ കോൾ ചെയ്താണ് കേട്ടോ കുഞ്ഞപ്പനെ. അപ്പോൾ അച്ഛാ അവന് കോൾ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാന്നൊന്നും അറിയില്ല, പേരെന്താണെന്നൊന്നും ആ തിരക്കിനിടെ ഞാൻ മറന്നുപോയി. അപ്പോൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ തുണിക്കടയിലാണെങ്കിലും അവൻ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടെ കുറേ കളിപ്പാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും എടുക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത്. ഇല്ലമ്മേ ഞാൻ ഒന്നും എടുക്കൂല എന്നൊക്കെ. അവിടെ ചെന്നപ്പോൾ ആളുടെ സ്വഭാവം മാറി. അപ്പോൾ ബോളൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വിധത്തിൽ ഉടുപ്പ് എടുത്തിട്ട് അച്ഛൻ മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച്. അപ്പോൾ അത് ഈ സ്കേറ്റ് ചെയ്യണ ഒരു സംഭവം കണ്ട്. ഇതിൻ്റെ പേരെന്താ, സ്കേറ്റിംഗ് ബോർഡാണോ? അല്ലല്ലോ, സ്കേറ്റിംഗ് ബോർഡ് വേറെ അല്ലേ. ഈ പിള്ളേരുടെ സ്കേറ്റിംഗ് ബോർഡാണോ എന്താണോ ആവും. അപ്പോൾ അതേ ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവനെ ഒന്ന് ഉടുപ്പ് ഇടിയിപ്പിച്ച് നോക്കിയിട്ട് വേണ്ട എടുക്കാൻ. അവനാണെങ്കിൽ നിൽക്കുന്നില്ല. എൻ്റെ പൊന്നി, ഇതൊന്നും അല്ലാട്ടോ അവിടെ സംഭവിച്ച സംഭവ വികാസങ്ങൾ. ഒരു വിധത്തിലാണ് കുഞ്ഞപ്പനെ പിടിച്ചോണ്ട് വന്നിട്ട് ആ ജീൻസും ആ ഷർട്ടൊക്കെ ഇടിയിപ്പിച്ച് നോക്കിയത്. ജീൻസും ഒരു ഷർട്ടുമാണ് കുഞ്ഞപ്പൻ എടുത്തത്. ടീഷർട്ടൊക്കെ നോക്കിയിട്ടൊന്നും എന്താ നല്ലതാണ്, പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലൊരു തൃപ്തി വേണ്ടേ. പാർട്ടി വെയർ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല വിലയാണ്. 2000 രൂപയിലൊക്കെ മേലെയാണ് പാർട്ടി വെയറിൻ്റെ വില. ഞാൻ പറഞ്ഞത് പാർട്ടി വെയർ ഒക്കെ അന്ന് ആ ഒരു ദിവസം മാത്രമേ ഇടുള്ളൂ. അതൊന്നും വേണ്ട, ബർത്ത്ഡേയുടെ അന്ന് ഇട്ടാലും പിന്നെയും അങ്ങോട്ട് ഇടാൻ പറ്റണ പോലത്തെ ഡ്രസ്സ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഡ്രസ്സാണ് ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. ഇവനെ ശ്രദ്ധിക്കണം, ഡ്രസ്സും സെലക്ട് ചെയ്യണം. രണ്ടും നല്ല ടാസ്ക്കാണ് ഗൈസ്. എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ എടുത്ത് താഴെ വീണ പണിയല്ലേ. അപ്പോൾ അതേ 2 പിള്ളേർ വന്നിട്ട് അച്ഛൻ്റെ കൂടെ അവിടെ മര്യാദക്ക് ഇരിക്കുകയാണ് കേട്ടോ. അവർ വലിയ പിള്ളേരാണ്. അപ്പോൾ ഞാൻ അവനോട് കാണിച്ചു കൊടുക്കുകയാണ്, കണ്ടാ ചേട്ടന്മാരെ മര്യാദക്ക് ഇരിക്കണണ്ടാ, നീയാണ് ഇങ്ങനെ കിടന്ന് അലമ്പാക്കണേ എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ പുതിയ സ്പൈഡർമാൻ്റെ ചെരുപ്പ് മേടിച്ചത് ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കുമല്ലോ. അവൻ അത് ഇടാണ്ട് ഈ പഴയ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ കുറേ സമയം പിടിച്ചാണ് കുഞ്ഞപ്പൻ്റെ ഷർട്ടും ജീൻസൊക്കെ ഒന്ന് സെലക്ട് ചെയ്തത്. കാരണം ഇപ്പം
കുഞ്ഞപ്പന് ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ടീഷർട്ടൊക്കെ ഊരി അവൻ ആ ഷർട്ട് ഇടിയിപ്പിച്ച് പിന്നെ പാനൊക്കെ ഇടിയിപ്പിച്ച് നോക്കി ആ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞപ്പൻ്റെ ഡ്രസ്സാണ് കേട്ടോ. പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല, സാധാരണ ഒരു ഷർട്ടും ഒരു ജീൻസും ആണ് എടുത്തത്. അത് കഴിഞ്ഞതേ ആ കളറിൽ അച്ചക്കൊരു ഷർട്ട് എടുക്കാൻ, കുഞ്ഞപ്പൻ എടുത്ത ഷർട്ടിൻ്റെ അതേ കളറിൽ അച്ചക്കൊരു ഷർട്ട് എടുക്കാൻ നോക്കുവാണ് കേട്ടോ. പക്ഷെ കിട്ടിയില്ല. ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞാണ് ഈ കളറ് നിങ്ങൾക്ക് മാച്ച് ആകാൻ ഡ്രസ്സ് കിട്ടാൻ ഇത്തിരി പാടുപെടുമെന്ന്. അപ്പോൾ അവിടെയുള്ള കുറേ ഷർട്ടൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. പക്ഷേ കുഞ്ഞപ്പൻ്റെ അതേ ഡിസൈനും അതേ കളറും വരുന്നത് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് എടുത്തില്ല കേട്ടോ ഡ്രസ്സ്. അച്ഛനും അവനും എന്താണെങ്കിലും എടുക്കട്ടെ, എന്നിട്ട് ആ കളർസ് വെച്ചിട്ട് എനിക്ക് പിന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും പോയി എനിക്ക് എടുക്കണം. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ വോട്ട് ചെയ്യാമെന്നും പറഞ്ഞാൽ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവനൊരു ഷൂ മേടിക്കാൻ പോയാലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നാൽ പിന്നെ ഡ്രസ്സും എടുത്തേക്കാം, ഇനിയിപ്പോൾ അധികം ദിവസം ഇല്ലല്ലോ, ബർത്ത്ഡേ അല്ലേ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ ഒരു സോഫയിൽ ചെന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഫാൻ ഇട്ടിട്ടില്ലായിരുന്നു. കിടക്കണ കിടപ്പ് നോക്കിക്കേ, അമ്മ ഈ ഫാൻ ഇട്ടേമേ ഈ ഫാൻ ഇട്ടേമേ എന്ന് പറഞ്ഞ് ഞാൻ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് ഇടിയിപ്പിച്ചതാണ് ആ ഫാനെ. അപ്പോൾ അവൻ അവിടെ കയറി കിടക്കുകയാണ്. എൻ്റെ ദൈവമേ എന്തൊരു സുഖമായിരുന്നു ആ ഫാൻ ഇട്ടിട്ട് അവിടെ ഇരിക്കാൻ. എൻ്റെ കിടപ്പ് നോക്കിക്കേ, എനിക്ക് നല്ല നടുവേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷർട്ട് കിട്ടിയില്ല അവിടെ നിന്ന് അച്ചക്ക്, കുഞ്ഞപ്പൻ്റെ പോലത്തെ ഷർട്ട് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ മേടിച്ച സാധനം എല്ലാം ബില്ല് ചെയ്യാണ് കേട്ടോ. ഒരു പുതപ്പും ടവലും കുറച്ച് വേറെ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും ഒരു സമയമായി. കുഞ്ഞപ്പന് ഭയങ്കര ക്ഷമയൊക്കെ നശിഞ്ഞിരിക്കുകയാണ്. ദാഹിച്ചിട്ട് വെള്ളം കുടിക്കണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ ആൾ സീനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ കിറ്റ് കിട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ബില്ലൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അത്യാവശ്യം ബില്ലായിട്ടുണ്ട് കുഞ്ഞപ്പ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷൂ മേടിക്കാൻ പോയി. അപ്പോൾ ഇത് കണ്ടില്ലേ, തുറവൂര് തൊട്ട് അരൂര് വരെയാണ് നമ്മുടെ ഈ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഈസി ആയിട്ട് കടക്കാൻ പറ്റില്ല, ഭയങ്കര ഇങ്ങനെ ചുറ്റി കറങ്ങിയൊക്കെ കടക്കണം. അപ്പോൾ അത് ഈ ഒരു വലിയ കാട്ടം ബിൽഡിങ്ങിലാണ് നമ്മൾ ഈ ഷൂ മേടിക്കാൻ കയറിയത്. എൻ്റെ ദൈവമേ, ലേഡീസിൻ്റെ ചെരുപ്പിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. ഇത് ഈ ഇരിക്കുന്ന കുറച്ച് ഷൂകളില്ലേ, ഈ ഒരു റാക്ക് ഇത്രയുമാണ് പിള്ളേർക്കുള്ള ഷൂ ഉള്ളത്. അപ്പോൾ കുഞ്ഞപ്പന് പറ്റിയ ഷൂവിന് വലിയ സെലക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളൂ. പക്ഷേ ലേഡീസിൻ്റെ ഇത് വീട്ടിലിടുന്നതാണെങ്കിലും ഡെയിലി വെയർ, പുറത്തിടുന്നത്, അതുപോലെ ജെൻസിന് പറ്റിയ ചെരുപ്പ് ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ. ഷൂസ് എനിക്കിങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ മാത്രം കുഞ്ഞപ്പനുണ്ടെന്ന് തോന്നിയില്ല. പെട്ടെന്ന് തന്നെ 2-3 മോഡൽ കണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണം എടുക്കേണ്ടി വന്നു. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളി ഷൂ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞാൻ അങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കണ്ടിട്ട് കൊതി വന്നിട്ട് വയ്യ എനിക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടി, പക്ഷെ ഞാൻ എടുത്തില്ല ഗൈസ്. അപ്പോൾ അതേ നോക്കിക്ക് കണ്ട കുറേ ചെരുപ്പുണ്ട്. ഞാൻ ഈ ഫാസ്റ്റിൽ എടുത്തുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല വീഡിയോയിൽ. അപ്പോൾ കുറച്ച് ഓഫർ ചെരുപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞപ്പൻ നോക്കിക്ക് എവിടെ ചെന്നാലും തീയൊരു കിടപ്പാണ്. കാരണം ചെല്ലുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുറേ എനർജി കളയും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തീയൊരു കിടപ്പാണ് ആൾ. അപ്പോൾ അച്ഛൻ ഷൂ ഇട്ട് നോക്കുകയാണ് അവന് പാകം ആകുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ 2-3 ഷൂ അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ നോക്കി. എന്നിട്ട് അതിൽ നിന്ന് പറഞ്ഞാൽ നല്ലതാണ് എടുത്തത്. ഈ ഷൂ ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ തുറന്ന് റെഡിയാക്കി അതിൻ്റെ ഉള്ളിലെ പപ്പും പൂടൊക്കെ എടുത്ത് ഇത് പഞ്ഞിയൊക്കെ എടുത്ത് കളഞ്ഞു തന്നു. ഇതാണെന്നോ, ഇത് തന്നെയാണ് കേട്ടോ കുഞ്ഞപ്പന് മേടിച്ച ഷൂ. അപ്പോൾ സൈസ് 10 9 സൈസ് ഇട്ടിട്ട് അവന് ടൈറ്റ്, പിന്നെ 10 സൈസ് മാറ്റി കൊണ്ടുവന്നു. അപ്പോൾ അവന് ഏകദേശം കറക്റ്റായി കേട്ടോ. എല്ലാ വർഷവും കുഞ്ഞപ്പന് വർഷത്തിൽ ഒരു ഷൂ ആണ് മേടിക്കുന്നത്. 1 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഷൂ മേടിച്ചു, പിന്നെ 2ാമത്തെ ബർത്ത്ഡേക്കാണ് പിന്നെ ഷൂ മേടിച്ചത്, പിന്നെ 3ാമത്തേന്, പിന്നെ 4ാമത്തേന്. അപ്പം അതേ അടുത്തൊരു കടയിൽ കയറി അച്ചക്കൊരു ഷർട്ട് നോക്കിയതാണ് അതേപോലെ, പക്ഷെ അവിടെ നിന്ന് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ കയറി. അവിടെ നിന്ന് ഏകദേശം കുഞ്ഞപ്പൻ്റെ പോലത്തെ തന്നെ ഷർട്ട് അച്ചക്ക് കിട്ടി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ എടുത്ത് നോക്കാനും വേറെ കടയിലൊന്നും കയറാൻ നിന്നില്ല. ഈ ഒരു കടയിൽ കൂടി കയറി എടുത്തിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ ഷോർട്സിൽ ഇട്ടിരുന്നില്ലേ, അവൻ്റെ റുബിക്സ് ക്യൂബ് അവിടുത്തെ പയ്യൻ അവൻ കളിക്കാൻ കൊടുത്തു കേട്ടോ. എന്നിട്ട് പോകാൻ നേരത്ത് അവൻ തരുന്നില്ല, അവൻ അത് കറക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഷർട്ടിൻ്റെ ഹാങ്കറും കൊണ്ട് പോവുകയാണ്, ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് വാനർച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവനാണെങ്കിൽ അത് കറക്റ്റായിട്ട് ശരിയാക്കി കേട്ടോ ആ പയ്യൻ. അത് കഴിഞ്ഞത് ഞങ്ങൾ ഒരു ബേക്കറി കയറിയതാണ്. അപ്പോഴേക്കും 2-2:30-3 മണിയായി കേട്ടോ. ദാഹിച്ച് വലഞ്ഞൊരു പരിവായി ഞങ്ങൾ. 2:30 ആയിക്കാണ്. അപ്പോൾ അത് കുഞ്ഞപ്പൻ കുടിക്കുന്ന എന്താ സൗദി ഷെയ്ക്ക് എന്ന് പറഞ്ഞൊരു ഷെയ്ക്കാണത്. മറ്റേത് ബദാം മിൽക്കാണ്. ബദാം മിൽക്കിന് എന്തോ 60 രൂപയുള്ളൂ. ബദാം മിൽക്ക് പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. നോക്കുമ്പോഴാണ് ഇത് സർപ്രൈസ് ആയിട്ട് ടെഡ്ഡി നമ്മുടെ ടെഡ്ഡീനെ നമ്മുടെ നേരത്തെ ഉള്ള ഷോർട്സ് തൊട്ട് കാണുന്നവർക്ക് ടെഡ്ഡീനെ അറിയായിരിക്കും. ടെഡ്ഡി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാനും ടെഡ്ഡി ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. പണ്ട് +1 +2 തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഇപ്പം അച്ചായിയുടെ കൂടെ ടെഡ്ഡി വർക്ക് ചെയ്യുന്ന ഒരേ കമ്പനിയിലാണ്. അപ്പോൾ ഞങ്ങൾ കട്ട ചങ്സാണ്. ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും അവനുണ്ടാകും. പക്ഷേ ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഈ ബേക്കറി വെച്ച് അവനെ കണ്ടത്. ഞങ്ങളിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോണ കാര്യമൊന്നും അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം പെട്ടെന്ന് നമ്മൾ വോട്ട് ചെയ്യാൻ പോയ കൂട്ടത്തിൽ നമ്മൾ പോയതല്ലേ. അല്ലെങ്കിൽ പോകണമെന്ന് പറഞ്ഞാൽ അവനും കൂടെ വരും ഡ്രസ്സ് എടുക്കാൻ.
അപ്പം നമ്മൾ ആ രീതിയിൽ പോയത്. അപ്പം ഇടവാ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് പിന്നെ അവനെയും പിടിച്ചിരുത്തി. അവൻ്റെ കയ്യിലാണെങ്കിൽ നിറച്ച് മീൻ. അവൻ എവിടെയോ പോയിട്ട് മീനും വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് നമ്മുടെ മറ്റേ അക്വേറിയത്തിലിട്ട് വളർത്തുന്ന മീനില്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ ബാഗിൽ നിന്ന് എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് കഴിച്ചത്, എന്തോ സമൂസയാ, പിന്നെ എന്നാ മീറ്റ് റോള്, സമൂസ, ഈ ഷെയ്ക്ക്, അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ചിട്ടപ്പനെ കണ്ട സന്തോഷത്തിൽ കുറേ കത്തിയൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞപ്പൻ ദേ അമ്മ ഇതിൻ്റെ അകത്ത് മാഗി ഉണ്ടമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് അവൻ ഫലൂഡ കഴിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ സീനാണ് കേട്ടോ. ഓർഡർ കൊടുത്തിട്ട് താമസിക്കണോണ്ട് വായിട്ട് നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാൻ. ബൈ ബൈ, സീ യു.